നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചതായി സുരേഷ് രാജു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗോത്ര വിദ്യാജ്യോതി പുരസ്കാര വിതരണവും ആദരിക്കൽ ചടങ്ങും നടന്നു. പ്രശസ്ത സിനി ഡ്രാമ ആർട്ടിസ്റ്റ് മല്ലു പി ശേഖർ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ ഇടവക തിരുനാൾ ആഘോഷിച്ചു. ഞായറാഴ്ച ഫാദർ പ്രിൻസ് പരത്തിനാൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. റവറന്റ് ഡോക്ടർ ഫ്രാൻസിസ് കോലോത്ത് സന്ദേശം നൽകി. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ ഇടവക തിരുനാളിനോടനുബന്ധിച്ച് പ്രദക്ഷിണം നടന്നു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭ 28-ാം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലും KPCC ജനറൽ സെക്രട്ടറിയുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെയും ഏകാധിപത്യത്തിനെതിരെയും പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചതായി സുരേഷ് രാജു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നഗരസഭ 28-ാം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലും KPCC ജനറൽ സെക്രട്ടറിയുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെയും ഏകാധിപത്യത്തിനെതിരെയും ധിക്കാരപരമായ സമീപനത്തിന്റെയും പേരിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ പ്രഥമ അംഗത്വത്തിൽ നിന്നും രാജിവെച്ചതായി സുരേഷ് രാജു അറിയിച്ചു. വാർഡിലെ സീനിയർ കോൺഗ്രസ് പ്രവർത്തകരും മുൻ നഗരസഭാ ചെയർപേഴ്സണും ഉൾപ്പെടെ പങ്കെടുത്ത ഒരു യോഗത്തിൽ 28-ാം വാർഡ് വനിതാ സംവരണം ആക്കുന്ന പക്ഷം ജെന്നിഫർ ജോബി എന്നയാളെ നിർദ്ദേശിക്കുകയും റോബിൻ മൈലാടി ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 2020 നടന്ന പ്രവർത്തനങ്ങളുടെ തനിയാവർത്തനമാണ് വീണ്ടും ചിലർ നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. തൊടുപുഴ നഗരസഭ 28-ാം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലും അത് ശാശ്വതമായി പരിഹരിക്കുവാൻ തയ്യാറാകാത്ത KPCC ജനറൽ സെക്രട്ടറിയുടെയും തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെയും ഏകാധിപത്യത്തിനെതിരെയും ധിക്കാരപരമായ സമീപനത്തിനെതിരെയും പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 38 വർഷക്കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുകയും ആ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്ത ഒരു എളിയ പ്രവർത്തകൻ ആയ ഞാൻ തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചതായി അറിയിക്കുകയാണ്. 3-4 ടേമുകളായി നമ്മളെല്ലാം വളരെ സ്നേഹത്തോടുകൂടി ബഹുമാനിക്കുകയും ചെയ്തിരുന്ന മുൻ നഗരസഭാ ചെയർമാൻ കൂടിയായ ശ്രീ TJ ജോസഫ് പ്രതിദാനം ചെയ്ത ഒരു വാർഡാണ്. അതിനെ തുടർന്ന് മുൻ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി സിസ്ലി ജോസും 2005-ലും 2015-ലും ആ വാർഡിനെ പ്രതിദാനം ചെയ്യുകയുണ്ടായി. 2020 TJയുടെ മരണത്തിന് ശേഷം ആ വാർഡിൽ വന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് TJ ജോസഫിൻ്റെ മകൻ ലിജോ ജോസഫിൻ്റെ കടുംപിടുത്തത്തിന് വഴങ്ങി അതൊരു പേയ്മെൻറ്റ് സീറ്റാക്കുകയും ആ വാർഡിൽ കഠിനാധ്വാനം ചെയ്ത ഞങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങളുമായി ഒരു ചർച്ച പോലും നടത്താതെ ജെയ്സൺ ജോർജ് എന്നൊരാൾക്ക് സീറ്റ് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിമത സ്ഥാനാർത്ഥികളായി രംഗത്ത് വരികയും വർഷങ്ങളായി പാർട്ടിയുടെ കൈവശം ഉണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കെ ഈ 2025 തെരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനത്തിന് ശേഷം അവിടെ ആ വാർഡിൽ കൂടിയ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരുടെയും മുൻ നഗരസഭാ ചെയർപേഴ്സൻ്റെയും ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ലിറ്റി ജോസഫിൻ്റെ ഭർത്താവും തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ റോബിൻ മൈലാടി ഉൾപ്പെടെ ആ യോഗത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. 2025 തെരഞ്ഞെടുപ്പിൽ ആ വാർഡ് വനിതാ സംവരണമാണെങ്കിൽ ഊർജ്ജസ്വലയും ആ വാർഡിൽ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യവുമില്ലാത്ത ഒരു വനിതയെ നമ്മൾ സ്ഥാനാർത്ഥിയാക്കാം എന്ന് തീരുമാനിച്ചു. അത് ഈ റോബിൻ ഉൾപ്പെടെ ആ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു പോയതാണ്. അതിനുശേഷം നടന്ന ചില പ്രവർത്തനങ്ങൾ അവിടെ ആരുമായി ആലോചിക്കാതെയും ഈ സ്ഥാനാർത്ഥി നിന്നാൽ വോട്ട് ലഭിക്കില്ല, അതങ്ങനെയുള്ള ചില കുപ്രചരണങ്ങൾ ഈ KPCC ജനറൽ സെക്രട്ടറിയുടെയും
ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ അടുത്ത് എന്ന് പുള്ളി പറയുകയും അത് നമ്മളുമായിട്ടൊന്നും ആലോചിക്കാതെ ഞങ്ങളായിട്ടൊന്നും ആലോചിക്കേണ്ട, പക്ഷേ DCC സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയും ആണ് ഉണ്ടായത്. മക്കളും ബന്ധുക്കളും പറയുന്നവർക്കാണ് പാർട്ടി സീറ്റ് നൽകുന്നതെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ മുൻ MLA-മാരായ ജോർജ് കൊച്ചുപറമ്പിൽ, MC ചാക്കോ, AC ചാക്കോ, ജോസ് കുറ്റ്യാനി, കുസുമം ജോസഫ് എന്നിവരുടെ മക്കളോടും ബന്ധുക്കളോടും കൂടി ആലോചിച്ചു വേണം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ. 2020 മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചവർ 2025 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്മാറണമെന്നും അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഗോത്ര വിദ്യാജ്യോതി പുരസ്കാര വിതരണവും ആദരിക്കൽ ചടങ്ങും നടന്നു. വിദ്യാവസ്ത്രത്തിലെ പൂമാല എന്ന കൃതിക്കാണ് ഗോത്ര വിദ്യാജ്യോതി പുരസ്കാരം നൽകിയത്. ചടങ്ങിൽ ഗ്രന്ഥകാരന്മാരായ VV ഷാജി, ഡോക്ടർ R പ്രസന്നകുമാർ എന്നിവർക്ക് പുരസ്കാരം കൈമാറി. സിനി ഡ്രാമ ആർട്ടിസ്റ്റ് മല്ലു P ശേഖർ യോഗം ഉദ്ഘാടനം ചെയ്തു. പുരസ്കാര വിതരണം വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി നിർവഹിച്ചു. TN മണിലാൽ പുസ്തകം പരിചയപ്പെടുത്തി. പൂമാലയിലെ ഗോത്ര വിഭാഗക്കാരുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാഭ്യാസ മുന്നേറ്റ ചരിത്രവും പൂമാല സർക്കാർ സ്കൂളിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അടയാളപ്പെടുത്തിയ ചരിത്ര പുസ്തകമാണ് വിദ്യാവസന്തത്തിലെ പൂമാല. ഈ കൃതിക്ക് പൂമാലയിലെ 12 ഊര് ഗ്രാമങ്ങൾ ചേർന്ന് ഏർപ്പെടുത്തിയ ഗോത്ര വിദ്യാജ്യോതി പുരസ്കാരം ഗ്രന്ഥകാരന്മാരായ VV ഷാജി, ഡോക്ടർ R പ്രസന്നകുമാർ എന്നിവർക്ക് നൽകി. പൂമാല സ്കൂളിലെ അധ്യാപകനായിരുന്ന VV ഷാജിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം അധ്യാപകരും ഗോത്ര സമൂഹവും ചേർന്ന് ആദിവാസി മേഖലയിൽ നടത്തിയ സമാനതകളില്ലാത്ത വിദ്യാഭ്യാസ ഇടപെടലുകൾ സമൂഹത്തിനും രാജ്യത്തിനും മാതൃകയായതിന്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയായി ആദരിക്കൽ പരിപാടി. പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത സിനി ഡ്രാമ ആർട്ടിസ്റ്റുമായ മല്ലു P ശേഖർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ മലമടക്കിലുള്ള ആളുകൾ എല്ലാവരും കൂടി നിരന്തരം പോരടിച്ച് പന്നിമത്തിൽ നിന്നുള്ള മരം വെട്ടി മോഹൻദാസിന്റെ അച്ഛനുൾപ്പെടെ എന്റെ അച്ഛനുൾപ്പെടെ സമയത്ത് വർഷങ്ങളോളം കേസ് കളിച്ചു. ഇവിടെ ആളുകൾ കയറി ഇറങ്ങുന്നതാണെന്ന് കാണുമ്പോൾ അറിയാം, അതിന്റെ ഒരു എനർജി കൂടിയുണ്ട്. സാധാരണ മറ്റ് സ്ഥലങ്ങളിലെല്ലാം വെറുതെ കിടക്കുന്നുണ്ട്, മുട്ടി കിടക്കുന്നത് അടച്ചിട്ടേ ആർക്കും പുറത്തു കൊടുക്കുകയില്ല. അങ്ങനെ നല്ല രീതിയിൽ നാടകങ്ങളാണെങ്കിലും സിനിമയാണെങ്കിലും കുറെ കാലത്താണെങ്കിലും ഓണാഘോഷ പരിപാടിയൊക്കെ എല്ലാ വർഷവും നടത്തുന്നത് ഈ നാടിയാക്കി മാത്രം ഉണ്ടാവുള്ളൂ. ഈ പരിസരം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ സംഘടനകൾക്ക് ആൾക്കാർ കുറവാണ്, ആളുകൾ കൂടുതലാണ്. പുരസ്കാര വിതരണം വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി നിർവഹിച്ചു. റിട്ടയർഡ് ADP-യും ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായിരുന്ന ജെസി ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി. പുസ്തക പരിചയപ്പെടുത്തൽ TN മണിലാലും നിർവഹിച്ചു. യോഗത്തിൽ പൂമാല സ്കൂൾ ഹെഡ്മിസ്ട്രസ് രാജി പത്മനാഭൻ, നാളേനി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലിസിമോൾ TK, PN വിശ്വനാഥൻ, ഉഷാകുമാരി CS, PG സുധാകരൻ, ജയ KJ, AN രാജൻ, VG ഗംഗാധരൻ, ശ്രീകല സുരേഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ നാളിയാനിയുടെ കവയത്രി സാന്ദ്ര അജീഷിനെ ആദരിച്ചു. ഊരുമൊപ്പൻ PA ഗോപിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിന് ജെയ്സൺ കുര്യാക്കോസ് സ്വാഗതവും നീതു ഷാജി നന്ദിയും പറഞ്ഞു. BJP വാത്തിക്കുടി പഞ്ചായത്ത് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും നടത്തി. മുരിക്കാശ്ശേരി വ്യാപാര ഭവനിൽ നടന്ന യോഗം BJP ഇടുക്കി സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി K. കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ നേതാക്കൾ സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകി. ത്രിതല പഞ്ചായത്തുകളിലേക്കായി 17 പേരാണ് BJP സ്ഥാനാർത്ഥികൾ. വാത്തിക്കുടി BJP പ്രസിഡന്റ് സോമശേഖരൻ പുത്തൻപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ ഉപാധ്യക്ഷൻ ഷാജി നെല്ലിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. BJP വാത്തിക്കുടി പഞ്ചായത്ത് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവുമാണ് നടത്തിയത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുവാൻ അണികളെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മുരിക്കാശ്ശേരി ടൗണിൽ പാർട്ടി പതാക ഉയർത്തിയതിനു ശേഷം പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ കൺവെൻഷൻ ഹാളിൽ എത്തിയത്. BJP ഇടുക്കി സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി K. കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ 11 വർഷക്കാലമായിട്ട് ചെയ്ത ജനക്ഷേമ പദ്ധതികൾ ഓരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ട് ഓരോ വാർഡിലും 100 കണക്കിന് ആളുകൾ കേന്ദ്ര സർക്കാർ ആനുകൂല്യം പറ്റിയുള്ള ആളുകളുണ്ട്. പക്ഷെ നമുക്കറിയത്തില്ലാത്ത ആളുകൾ ഒത്തിരി പേരുണ്ട്. മുദ്രായോജനയായാലും കിസാൻ സമ്മാൻ നിധി ആയാലും അല്ലെങ്കിൽ ജനധൻ അക്കൗണ്ട് ആയാലും അല്ലെങ്കിൽ ഹെൽത്ത് കല്യാൺ യോജന ആയാലും അല്ലെങ്കിൽ നിരവധിയായ പദ്ധതികൾ
180 പദ്ധതികൾ ഗ്രാമമേഖലയിൽ മാത്രം പ്രവർത്തിക്കാൻ സംവിധാനമുള്ള പദ്ധതിയിട്ടാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത്. ഈ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ നമ്മുടെ വാർഡിൽ വരുമ്പോൾ സംസ്ഥാന സർക്കാരാണ് നടപ്പാക്കിയെന്ന് തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ട് ആ ലാഭം കൊയ്യുന്നത് ഈ നമ്മുടെ പ്രദേശം താമസിക്കുന്ന ഇടതിന്റെയും വലതിന്റെയും മെമ്പർമാരുടെ ആളുകൾ ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നത് എന്നുള്ള തെറ്റായ പ്രചരണം നടത്തി വോട്ടുകൾ ശേഖരിക്കുമ്പോൾ ഈ 11 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞാൻ താമസിക്കുന്ന മേഖലയിൽ എന്തൊക്കെ എത്തിയെന്ന് കൃത്യമായി ജനങ്ങളോട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മൾ തന്നെ. ജില്ലാ നേതാക്കൾ സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകി. ത്രിതല പഞ്ചായത്തുകളിലേക്കായി 17 പേരാണ് BJP സ്ഥാനാർത്ഥികൾ. വാത്തിക്കുടി BJP പ്രസിഡന്റ് സോമശേഖരൻ പുത്തൻപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ ഉപാധ്യക്ഷൻ ഷാജി നെല്ലിപ്പറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ബിനു KR, ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് ലീന രാജു, മണ്ഡലം ജനറൽ സെക്രട്ടറി OC ടോമി, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് ഷിനു KC, ജനറൽ സെക്രട്ടറി വിനീത് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കുമാരമംഗലം പഞ്ചായത്തിലെ 12ാം വാർഡിലെ നമ്മൾ അയൽക്കാർ എന്ന റെസിഡൻസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും വോട്ടർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിമാർക്കൊപ്പം കുറച്ചുനേരം എന്ന പേരിൽ സംവാദ പരിപാടി സംഘടിപ്പിച്ചു. നമ്മൾ അയൽക്കാർ റെസിഡൻസ് കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഷാജി കുമാർ സ്വാഗതം പറയുകയും കോർഡിനേറ്റർ ജെയ്സൺ, സെക്രട്ടറി സലീഷ് കുമാർ എന്നിവർ സംവാദം നയിക്കുകയും ജോയിന്റ് സെക്രട്ടറി നീതു ഷിജു, അംഗങ്ങളായ അഞ്ജു അനീഷ്, രമേശൻ, രഘു, ജിഷ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കുമാരമംഗലം പഞ്ചായത്തിലെ 12ാം വാർഡിലെ നമ്മൾ അയൽക്കാർ എന്ന റെസിഡൻസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഈ വാർഡിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി TA ഓമനക്കുട്ടൻ, ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ഉല്ലാസ് കരുണാകരൻ, ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആനന്ദ് ശശി, സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്യാംകുമാർ KK എന്നിവരെ ഒരു വേദിയിൽ കൊണ്ടുവന്ന് 12ാം വാർഡിലെ വോട്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിമാർക്കൊപ്പം കുറച്ചുനേരം എന്ന പേരിൽ സംവാദ പരിപാടി നടത്തി. നമ്മൾ അയൽക്കാർ നഗറിൽ ആയിരുന്നു പ്രോഗ്രാം നടത്തിയത്. എല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടെ ആ വാർഡിനെക്കുറിച്ച് വികസന സങ്കല്പങ്ങളും സ്വപ്നങ്ങളും പങ്കുവെക്കുകയും പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളുടെ പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയുകയും ചെയ്തു. വാർഡ് സ്ഥാനാർത്ഥികൾക്കുള്ള പ്രോഗ്രാമായിരുന്നുവെങ്കിലും ബ്ലോക്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും പ്രോഗ്രാമിൽ വന്ന ചർച്ചകളിൽ പങ്കെടുത്തു. നമ്മൾ അയൽക്കാർ റെസിഡൻസ് കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഷാജി കുമാർ സ്വാഗതം ആശംസിച്ചു. കോർഡിനേറ്റർ ജെയ്സൺ, സെക്രട്ടറി സലീഷ് കുമാർ എന്നിവർ സംവാദം നടത്തി. ജോയിന്റ് സെക്രട്ടറി നീതു ഷിജുവും മറ്റ് അംഗങ്ങളായ അഞ്ജു അനീഷ്, രമേശൻ, രഘു, ജിഷ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമാരമംഗലം. ലഹരിക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അഭിനയിച്ച ഷോർട്ട് ഫിലിം പുറത്തിറക്കി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അംഗം N അരുൺ ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങാമറ്റം അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CK ഉണ്ണി മുഖ്യ പ്രഭാഷണം നടത്തി. സ്കൂളിലെ ബാലചേതന ഫിലിം ക്ലബിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് അഭിനയിച്ച ഷോർട്ട് ഫിലിമിനായി കഥ എഴുതിയത് അധ്യാപികയായ സ്റ്റാലിന ഭയ്യാണ്. KM നൌഫൽ സംവിധാനവും നിർവഹിച്ചു. ലഹരിക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അഭിനയിച്ച ഷോർട്ട് ഫിലിം പുറത്തിറക്കി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അംഗം N അരുൺ ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനം നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിൽ വർത്തമാനകാല ലോകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ മനുഷ്യ മനസ്സുകളിൽ സൃഷ്ടിക്കാൻ സാധ്യമായ ഒരു മേഖലയാണ് സിനിമ. നമുക്കറിയാം, കേരളത്തിൽ തെളിയിച്ചിട്ടുണ്ട് കലയ്ക്ക് സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്നതും അതിന് പരിഹാരം കാണുവാൻ സാധിക്കുന്നു. ലോകത്ത് രക്ഷാകർഷിതമായ വിപ്ലവം നടക്കുന്നതോ കലയിലൂടെ വിപ്ലവം സൃഷ്ടിച്ച ഒരു മണ്ണാണ് നമ്മുടെ. ആ മണ്ണിൽ കൂടുതൽ സാങ്കേതിക ശേഷി ഉപയോഗിച്ചുകൊണ്ട് നൂതനമായ സാങ്കേതിക സംവിധാനങ്ങൾ സഹായിക്കുകയും സിനിമ എന്നത് അതിൻ്റെ എല്ലാ പരിധികൾക്കും അപ്പുറത്തേക്ക് കടന്നെത്തിയിരിക്കുക. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് കുളിർക്കായി എന്ന ഈ ഷോർട്ട് ഫിലിം നമ്മുടെ കുട്ടികളിലൂടെ അണിയിച്ചൊരുക്കുന്നത്. ഏറ്റവും കാതലായ സങ്കീർണമായ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഷോർട്ട് ഫിലിം നിർമ്മിച്ചിട്ടുള്ളത്. PTA പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങാമറ്റം അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CK ഉണ്ണി മുഖ്യ പ്രഭാഷണം നടത്തി. മനോഹരമായ മഹത്തായ സന്ദേശം കൊടുക്കുന്ന ഒരു
അധ്യാപകരെയും ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനികളെയും എല്ലാം മൂവാറ്റുപുഴ ലൈബ്രറി കൗൺസിലിന് വേണ്ടി ഏറെ സന്തോഷത്തോടെ അഭിനന്ദിക്കുകയാണ്. സ്കൂളിലെ ബാലചേതന ഫിലിം ക്ലബിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് അഭിനയിച്ച ഫിലിമിന്റെ കഥ അധ്യാപികയായ സ്റ്റാലിന ഭായിയാണ് രചിച്ചത്. സംവിധാനം KM നൌഫൽ നിർവഹിച്ചു. ഷോർട്ട് ഫിലിം സംവിധായകനായ KS സന്തോഷ് കുമാർ സാങ്കേതിക സഹായവും ഹെഡ്മിസ്ട്രസ് സഫീന A, ഫൈസൽ മുണ്ടയ്ക്കാമറ്റം എന്നിവർ നിർമ്മാണവും നിർവഹിച്ചു. മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ഒരു കുട്ടിയുടെ കഥയാണ് പുളിമുട്ടായി ഷോർട്ട് ഫിലിമിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നീ എന്താ ആരോടും കൂട്ടുകൂടാനൊന്നും വരാത്ത? എടാ വാ, നമ്മളല്ലേ ഫ്രണ്ട്സിൽ എന്നാ നീ കഴിച്ചോ. വേണ്ട, അമ്മ ചീത്ത പറയും. എടാ നീ എന്താ സാരല്ല, നീ ഇത് കഴിച്ചോ. എന്ത് മിഠായി അത്? അവിഞ്ഞ മിഠായി. ഇതല്ല അച്ഛൻ മേടിച്ചു, നീ ഇത് കഴിക്കും. അമ്മേ, എനിക്കെന്നൊരു കൂട്ടുകാരനെ കിട്ടി. അവൻ എനിക്ക് പുളിമുട്ടായി തന്നു. പുളിമുട്ടായി എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ? എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു തരണേ. അങ്ങനത്തെ മിഠായി ഒന്നും തിന്നാൻ കൊള്ളില്ല. നീ എന്തിനാ അങ്ങനത്തെ മിഠായി ഒക്കെ കഴിക്കുന്നത്? After many long discussions, the two boys finally worked. അമ്മ, എനിക്ക് തലവേദന എടുക്കുക. അന്ന് മുമ്പിൽ കിടന്നു. ശരിയാണ്. അമീൻ മുഹമ്മദ്, അഫ്സൽ, അൽസഫ് അലി, സിയാൻ മുഹമ്മദ് ഷാൻ എന്നീ വിദ്യാർത്ഥികളാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആസാദ് പബ്ലിക് ലൈബ്രറി സെക്രട്ടറി TR ഷാജു, ഷോർട്ട് ഫിലിം സംവിധായകരായ KS സന്തോഷ് കുമാർ, ബേസിൽ എൽദോ, പ്രിൻസിപ്പൽ സന്തോഷ് TB, ഹെഡ്മിസ്ട്രസ് സഫീന A, അധ്യാപകരായ സ്റ്റാലിന ഭായ്, ഗീതു G നായർ, സൽവ M, ശ്രീലക്ഷ്മി PR, അനുമോൾ PR, റഹ്മത്ത് PM, സബിത PE, നൌഫൽ KM, TP അഖിൽജിത്ത് എന്നിവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥി JC സണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മനോജ് കോക്കാട്ട് ആശംസകൾ നേർന്നു. ജോസ് കുരിശിമൂട്ടിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉടുമ്പന ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി മാത്യു K. ജോൺ, പന്നൂർ വാർഡ് സ്ഥാനാർത്ഥി JC ജോൺ, ചേറാടി വാർഡ് സ്ഥാനാർത്ഥി ഷീജ ജെറീഷ് എന്നിവർ വോട്ടുകൾ അഭ്യർത്ഥിച്ചു. പോൾ കുഴിപ്പള്ളി, ജിജി അപ്രേം, TK നാസർ, ജോളി അഗസ്റ്റിൻ, AM ദിലീപ് കുമാർ, KG സുദർശനൻ, ബീന ജോളി, NK അബ്ദുൽ കരീം, PS സെബാസ്റ്റ്യൻ, ജോസ് മാത്യു, ജോൺസ് കുന്നപ്പള്ളി, PK ശിവൻകുട്ടി, സ്വപ്ന സ്റ്റാൻലി എന്നിവർ പങ്കെടുത്തു. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഉപകരണങ്ങളും അലങ്കാര വസ്തുക്കളുമായി ബൊഹാരി ഹോം ഡെക്കർ തൊടുപുഴ വെങ്ങല്ലൂർ സ്മിത ആശുപത്രിക്ക് സമീപം വെൺമയിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫാദർ ജോസഫ് വെഞ്ചരിപ്പ് നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CK നവാസ്, വാർഡ് കൌൺസിലർ രാജി അജേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. തൊടുപുഴ വെങ്ങല്ലൂർ സ്മിത ആശുപത്രിക്ക് സമീപം വെൺമയിൽ ബിൽഡിംഗിൽ ബൊഹാരി ഹോം ഡെക്കർ പ്രവർത്തനം ആരംഭിച്ചു. ഫാദർ ജോസഫ് വെഞ്ചരിപ്പ് നടത്തി. ദൈവമേ, മനുഷ്യ സേവനത്തിന് ആരംഭിച്ചിരിക്കുന്ന ഈ ഷോപ്പിനെ ആശീർവദിക്കണമേ. നീതിയും സത്യസന്ധയോടെ വളർന്നു വരട്ടെ. സ്ഥാപനത്തിന്റെ പ്രവർത്തകരെയും ജോലി ചെയ്യുന്നവരെയും സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരെയും എല്ലാവരെയും സമൃദ്ധമായി ഗ്രഹിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രയിടപ്പെടുന്ന ഈ ഷോപ്പ് എല്ലാവിധ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു.
ഒരു ഭവനം മനോഹരമാക്കുന്നതിനും അതുപോലെ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട ഐറ്റംസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഈ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. ഫ്ലവർ വേസുകൾ, ബെഡ്ഷീറ്റുകൾ, പില്ലോ കവറുകൾ ഉൾപ്പെടെ ഉള്ള നൂതനമായ ചെയർ അടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിനു മുമ്പ് കാണാത്ത തരത്തിലുള്ള പല ഐറ്റംസാണ് ഇവിടെ അണിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥാപനം നല്ല ഒരു നിലയിലേക്ക് വരട്ടെ. ഈ പ്രദേശത്തും തൊടുപുഴയിലും ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ആദ്യമായാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല വളർച്ചയോടുകൂടി മുമ്പോട്ട് പോകട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണയിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി കെ നവാസ്, വാർഡ് കൗൺസിലർ രാജി അജേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. തൊടുപുഴയ്ക്ക് തിലകക്കുറിയായിട്ട് വെറൈറ്റി ഐറ്റംസ് ഞാൻ ഇതുപോലൊരു സ്ഥാപനം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ തൊടുപുഴയ്ക്ക് വളരെ മനോഹരമായിട്ട് ഒത്തിരി ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുണം ചെയ്യട്ടെ, ഈ സ്ഥാപനം ഉയർച്ചയിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് ഉൽപ്പന്നങ്ങളും ഇതുമായി ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ വിജയങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ബീൻ ബാഗ്സ്, ബെഡിംഗ് സെറ്റ്, ഡെക്കർ ഐറ്റംസ്, പ്ലേറ്റ് സ്പോട്സ്, ഫ്രെയിംസ് തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഉപകരണങ്ങളും അലങ്കാര വസ്തുക്കളും ഇവിടെ ലഭ്യമാണ്. ഓൾ ഇന്ത്യ ഡെലിവറിയും തൊടുപുഴയിൽ നിന്നും 5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ റേഡിയസ് ഫ്രീ ഡെലിവറിയും ഉണ്ടായിരിക്കും. ഉദ്ഘാടന വേളയിലും തുടർന്നും ഏവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് പ്രൊപ്പറേറ്റർ ബിനിൽ അറിയിച്ചു. ബൊഹാരി ഹോം ഡെക്കറിൽ വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ബെഡിംഗ് സെറ്റ്, ഫ്രെയിംസ്, ബീൻ ബാഗ്സ്, ഡെക്കോർ ഐറ്റംസ്, പിന്നെ ഗിഫ്റ്റിംഗ് ഉള്ള ഐറ്റംസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ബെഡ്ഷീറ്റിൽ തന്നെ നമുക്കൊരു 5 കാറ്റഗറി വരുന്നുണ്ട്. ബീൻ ബാഗ്സിൽ തന്നെ പല മോഡൽസും പല ഷേപ്പിലും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതെല്ലായിടത്തേക്കും തന്നെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഓൾ ഇന്ത്യക്കുള്ള രീതിക്ക് ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പോൾ. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാന മാതാപ്പള്ളിയിൽ ഇടവക തിരുനാൾ ആഘോഷിച്ചു. ഞായറാഴ്ച ഫാദർ പ്രിൻസ് പരത്തിനാൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. റവറന്റ് ഡോക്ടർ ഫ്രാൻസിസ് കോലോത്ത് സന്ദേശം നൽകി. കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം.
മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. വിജ്ഞാനമാത ഇടവക 26 വർഷം പിന്നിട്ടിരിക്കുന്നു. അനുഗ്രഹീതമായ വിധത്തിൽ ഇന്ന് ഇടവക തിരുനാൾ ആഘോഷിക്കുന്നു. ഈശോയുടെ രാജ്യത്തെ തിരുനാളിൻ്റെ അതേ ദിവസം തന്നെ ഇടവകയുടെ തിരുനാളും ആഘോഷിക്കുന്ന അനുഗ്രഹീതമായ സമയത്തിലാണ് നമ്മൾ വിശുദ്ധ ബലിക്കായി ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. തിരുനാളിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഏവർക്കും പ്രാർത്ഥനാപൂർവം ആശംസിക്കട്ടെ. പരിശുദ്ധ അമ്മയെ വിജ്ഞാനത്തിൻ്റെ നിറകുടമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നത് നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മയുടെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും മാതൃകകളെക്കുറിച്ചാണ് നമുക്കിന്ന് ധ്യാനിക്കാനായിട്ടുള്ളത്. വിജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് അറിവിൽ നിന്നും ലഭിക്കുന്ന തിരിച്ചറിവിനെയാണ്. അറിവിലൂടെ ആർജിച്ചെടുക്കുന്ന ഉൾക്കാഴ്ചയാണ് വിജ്ഞാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ അർത്ഥത്തിൽ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അറിവും വിജ്ഞാനവും സ്വായത്തമാക്കിയ വിധമാണ് നമ്മൾക്ക് ധ്യാന വിഷയമാക്കേണ്ടത്. ദൈവഭയമാണ് വിജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന്, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് എന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 10-ാമത്തെ വചനം പറയും. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് ശരിയായ അറിവ്. ഒരുപക്ഷെ മറിയം കണ്ടെത്തിയ അറിവും തിരിച്ചറിവും പരിശുദ്ധനായ പരമശക്തനായ ദൈവത്തെ അറിഞ്ഞു എന്നതാണ്, അനുഭവിച്ചു എന്നതാണ്. മറിയം ദൈവത്തെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്തു. മംഗളവാർത്തയിൽ നമ്മളത് ശ്രദ്ധിച്ച് ധ്യാനിച്ചാൽ മനസ്സിലാക്കാം. ദൈവദൂതൻ മറിയത്തെ അറിയിക്കുന്നത് അത്ര മംഗളകരമായ വാർത്തയൊന്നും അല്ല എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. മറിയം ക്ഷണിക്കപ്പെടുന്നത് ജീവിതത്തിൻ്റെ കനൽ വഴികളിലേക്കാണ്. ജീവിതത്തിൻ്റെ സഹനങ്ങളെയും കുരിശുകളെയും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ക്ഷണമാണ് മറിയത്തിന് ലഭിച്ചത്. ദൈവദൂതൻ മറിയത്തോട് പറയുന്നുണ്ട്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവഹിതത്തിന് തന്നെ സമർപ്പിക്കാനായിട്ട് മറിയത്തിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് മറിയം പറയും, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. തൊടുപുഴയുടെ ഫർണിച്ചർ സ്വപ്നങ്ങൾക്ക് ഇന്റർനാഷണൽ പ്രീമിയം ഡിസൈനും ഗുണമേന്മയും ഉറപ്പുവരുത്തി ഇറ്റാലിയൻ, അമേരിക്കൻ, മലേഷ്യൻ മുതലായ രാജ്യങ്ങളുടെ വൈവിധ്യമാർന്ന ശ്രേണിയിലുള്ള ലോകോത്തര ഡിസൈനർമാരാൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഫർണിച്ചർ ഉൽപ്പന്നങ്ങളുമായി റോയൽ ഓക്ക് പ്രീമിയം ബ്രാൻഡ് ഫർണിച്ചർ ഷോപ്പ് കോലാനി പാലാ റോഡിൽ വീക്കോട്ട് ഹിൽവ്യൂവിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴയുടെ ഫർണിച്ചർ സ്വപ്നങ്ങൾക്ക് ഇന്റർനാഷണൽ പ്രീമിയം ഡിസൈനും ഗുണമേന്മയും ഉറപ്പുവരുത്തി ഇറ്റാലിയൻ, അമേരിക്കൻ, മലേഷ്യൻ മുതലായ രാജ്യങ്ങളുടെ വൈവിധ്യമാർന്ന ശ്രേണിയിലുള്ള ലോകോത്തര ഡിസൈനർമാരാൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഫർണിച്ചർ ഉൽപ്പന്നങ്ങളുമായി റോയൽ ഓക്ക് പ്രീമിയം ബ്രാൻഡ് ഫർണിച്ചർ ഷോപ്പ് കോലാനി പാലാ റോഡിൽ വീക്കോട്ട് ഹിൽവ്യൂവിൽ പ്രവർത്തനം ആരംഭിച്ചു.
നിരവധി മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ ഫർണിച്ചർ രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി റോയൽ ഓക്ക് കമ്പനിയുടെ ഈ പുതിയ ഫ്രാഞ്ചൈസി ഇവിടെ തുടങ്ങുക വഴിയായി സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. വളരുന്ന നാടാണ് നമ്മുടേത്. എല്ലാ തലത്തിലും അത് അനുഭവവേദ്യമാണ്. അപ്പോൾ ഫർണിച്ചർ രംഗത്ത് പുതിയ മാനങ്ങൾ നൽകാൻ ലോക പ്രശസ്ത ഡിസൈനുകളായ ഇറ്റാലിയൻ, അമേരിക്കൻ, അതുപോലെ മലേഷ്യൻ എല്ലാ വിവിധ രാജ്യങ്ങളിൽ തന്നെ പ്രചാരം നേടിയിട്ടുള്ള വിവിധ ഡിസൈനുകൾ നമ്മുടെ നാട്ടിലേക്കും കടന്നു വരുന്നു. റോയൽ ഓക്കിലൂടെ എല്ലാവിധ പ്രവർത്തനാശംസകളും നേരുന്നു. വിജയകരമായി സ്ഥാപനം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പി ജി ജോസഫ് MLA, റോയൽ ഓക്ക് ചെയർമാൻ വിജയ് സുബ്രഹ്മണ്യൻ, വികോട്ട് ഗ്രൂപ്പ് CEO ജെ നിശാന്ത്, വികോട്ട് പേട്രൺ KS നമ്പൂതിരി, വികോട്ട് മാനേജിംഗ് ഡയറക്ടർ KS ഉണ്ണി, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സിബി ജോസഫ്, വികോട്ട് ബിസിനസ് മാനേജർ സണ്ണി ജോൺസൺ, ആലക്കുഴി എന്റർപ്രൈസസിലെ ബെന്നി ജോസഫ്, ബിജു ജോസഫ്, ജോയ്സി നിഷാൻ തുടങ്ങി നിരവധി മഹത് വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. തൊടുപുഴയുടെ ഫർണിച്ചർ സ്വപ്നങ്ങൾക്ക് നിറം പകരുവാൻ ഇറ്റാലിയൻ, അമേരിക്കൻ, മലേഷ്യൻ തുടങ്ങിയ രാജ്യങ്ങളുടെ വൈവിധ്യമാർന്ന ശ്രേണിയിലുള്ള ലോകോത്തര ഡിസൈനർമാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഫർണിച്ചറുകൾ തൊടുപുഴ റോയൽ ഓക്കിൽ ലഭ്യമാണ്. പ്രീമിയം കസ്റ്റമേഴ്സിന്റെ പർച്ചേസ് സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായി മാറും തൊടുപുഴ റോയൽ ഓക്ക് എന്നും മാനേജ്മെന്റ് പറഞ്ഞു. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാന മാതാപള്ളിയിൽ ഇടവക തിരുനാളിനോടനുബന്ധിച്ച് പ്രദക്ഷിണം നടന്നു. പള്ളിയിൽ നിന്നും കാരിക്കോട് മങ്ങാട്ടുകവല ന്യൂമാൻ കോളേജ് വഴിയാണ് പ്രദക്ഷിണം നടന്നത്. ഫാദർ ജോജോ മണ്ണാഞ്ചേരി, പള്ളി വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയിൽ, ഫാദർ ഇമാനുവൽ വെള്ളോംകുന്നേൽ, കൈക്കാരന്മാരായ ജോയി ചെമ്പരത്തി, ബെന്നി പുത്തൻപുരിയിൽ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഈസ്റ്റ് വിജ്ഞാന മാതാപള്ളിയിൽ ഇടവക തിരുനാളിനോടനുബന്ധിച്ച് കുട്ടികളുടെ വിദ്യാരംഭ ശുശ്രൂഷ നടത്തി. പള്ളി വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയിൽ കുട്ടികളെ ആദ്യാക്ഷരം എഴുതിപ്പിച്ചു. നിരവധി കുട്ടികൾ വിദ്യാരംഭ ശുശ്രൂഷയിൽ പങ്കെടുത്തു. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം സർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ അന്ധകാരം മാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ കേളുവാത്മാവിനാശവീശുന്ന മോഹന ദിവ്യഗാനമേ സർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചതായി സുരേഷ് രാജു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗോത്ര വിദ്യാജ്യോതി പുരസ്കാര വിതരണവും ആദരിക്കൽ ചടങ്ങും നടന്നു. പ്രശസ്ത സിനി ഡ്രാമ ആർട്ടിസ്റ്റ് മല്ലു പി ശേഖർ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാന മാതാപള്ളിയിൽ ഇടവക തിരുനാൾ ആഘോഷിച്ചു. ഞായറാഴ്ച ഫാദർ പ്രിൻസ് പരത്തിനാൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. റവറൻ ഡോക്ടർ ഫ്രാൻസിസ് കോലോത്ത് സന്ദേശം നൽകി. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാന മാതാപള്ളിയിൽ ഇടവക തിരുനാളിനോടനുബന്ധിച്ച് പ്രദക്ഷിണം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.